നമസ്കാരം. കോട്ടയം പള്ളത്ത് സ്ഥിതി ചെയ്യുന്ന കരിമ്പുംകാല എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. നേരത്തെ ഷാപ്പായിരുന്നു, ഇപ്പോൾ അത് റെസ്റ്റോറൻറ്റ് മാത്രമാണുള്ളത്. ഞങ്ങൾ പറഞ്ഞത് ഊണും ബിരിയാണിയായിരുന്നു. 2 ഊണും ഒരു ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിള്ളേർക്കാണ് ചിക്കൻ ബിരിയാണി പറഞ്ഞത്, ഞങ്ങൾക്ക് ഊണായിരുന്നു. ഊണ് അരമണിക്കൂറോളം താമസിച്ചാണ് എത്തിയത്. അതിനുള്ള കാരണം മീൻ പൊള്ളിച്ചത്, ഈ കരിമീൻ പൊള്ളിച്ചത് ഉള്ളത് കാരണമാണ് താമസിച്ചത്. ബിരിയാണി പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചാണെങ്കിൽ ഞങ്ങളും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് ചെറിയ അരിയുടെ ബിരിയാണിയാണ് ഇഷ്ടം. ഇത് വലിയ അരിയുടെ ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പൊതുവെ ഇവിടുത്തെ ബിരിയാണിക്ക് നല്ല അഭിപ്രായമാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. ഊണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഊണിന് അവർ ഈടാക്കുന്നത് 130 രൂപയാണ്. മീൻകറി ഉൾപ്പെടെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 130 രൂപ ഊണിന് അവർ മേടിക്കുന്നത്. ഊണ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം എന്ന് വെച്ചാൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഒരു ആവറേജ് ഫീല് മാത്രമാണ് ഈ ഊണ് കഴിച്ചിട്ടുണ്ടായത്. ആവറേജിന് താഴെ, അത്ര വലിയ ഗംഭീരമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, കിടിലമായിരുന്നു. ഞങ്ങൾ പറഞ്ഞ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത്, അത് ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കരിമീൻ പൊള്ളിച്ചതാണ് ഇവിടുന്ന് കഴിച്ചത്. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഊണിൻ്റെ കാര്യത്തിൽ ഒരു പരാജയമായിട്ടാണ് തോന്നിയത്. പക്ഷേ കരിമീൻ പൊള്ളിച്ചത് ബെസ്റ്റ്. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചത്. ഒരു മീഡിയം ടൈപ്പ് സാധനമായിരുന്നു. 370 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആംബിയൻസ് കുഴപ്പമില്ല, നല്ലതായിരുന്നു. അത്യാവശ്യം വൃത്തിയുണ്ട്, പുറമേ നല്ല വൃത്തിയുണ്ട്. പക്ഷേ അകത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. കിച്ചൻ്റെ അകത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കിച്ചൻ്റെ അകത്തുകൊണ്ട് വൃത്തി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു മോശം അഭിപ്രായമാണ്. കാരണം ഒരുപാട് ലേറ്റാകുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അടുത്തൊക്കെ വന്നിരുന്ന ആൾക്കാർക്ക് ഇത് വന്ന് ഫുഡ് എന്ത് വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. അത്രയ്ക്കും അത് ലേറ്റായി. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ട്. ആ തിരക്ക് കാരണമായിരിക്കും അവർ അത്രയും ലേറ്റാകുന്നതെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കരിമ്പുംകാല വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ.